കേരള പ്രീമിയർ ലീഗിൽ കേരള യുണൈറ്റഡിന് കിരീടം. മൂന്നാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ ഗോകുലത്തെ പരാജയപ്പെടുത്തിയാണ് കേരള യുണൈറ്റഡ് വിജയകിരീടം ചൂടിയത്. കൽപ്പറ്റ MK ജിനചന്ദ്രൻ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഗോകുലം കേരളയെ 1 ഗോളിനാണ് യുണൈറ്റഡ് തോൽപ്പിച്ചത്. മത്സരം അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ പിറന്ന സെൽഫ് ഗോൾ ഗോകുലത്തിന് വിനയായി. സെമി ഫൈനലിൽ വയനാട് യുണൈറ്റഡിനെ തോൽപ്പിച്ചാണ് കേരള യുണൈറ്റഡ് ഫൈനലിലെത്തിയത്. പ്രളയത്തിൽ ഇടിഞ്ഞ വീടിന്റെ മുറ്റത്തോട് ചേർന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് അടിമാലി 200 ഏക്കർ സ്വദേശി രാജേഷും കുടുംബവും. രാജേഷും അയൽവാസിയുമാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. 2018 പ്രളയകാലത്തായിരുന്നു അടിമാലി 200 ഏക്കർ സ്വദേശി പുത്തൻപുരയ്ക്കൽ രാജേഷിന്റെ വീടിനോട് ചേർന്ന ഭാഗത്തെ മൺതിട്ട ഇടിഞ്ഞത്. ഇതോടെ രാജേഷിന്റെ വീടും മൺതിട്ടയുടെ താഴെ ഭാഗത്തുള്ള അയൽവാസിയുടെ വീടും അപകട ഭീഷണിയിലായി. മണ്ണിടിച്ചിൽ അപകട ഭീഷണി സൃഷ്ടിച്ചതോടെ രാജേഷ് വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ സഹായത്തിനായി സർക്കാരിനെ ആശ്രയിക്കാൻ തുടങ്ങി. എന്നാൽ ഇതുവരെ ഒരു സഹായവും ലഭിക്കാത്തതാണ് ഈ കുടുംബത്തെ നിരാശയിലാഴ്ത്തുന്നത്. കൂലിവേലക്കാരായ തങ്ങൾക്ക് സംരക്ഷണ ഭിത്തി സ്വയം നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്നും ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് രാജേഷിന്റെ അഭ്യർത്ഥന. വീടിൻ്റെ ഫ്രണ്ട് വശം ഇടിഞ്ഞു പോയിട്ട് ഞാൻ അതിൻ്റെ പരാതി കളക്ടർക്ക്, പഞ്ചായത്തിൽ, വില്ലേജിലൊക്കെ കൊടുത്തു. 2-3 വർഷമായിട്ട് ഇതുവരെ ഒരു നീക്കമൊക്കെ അതിനുണ്ടായിട്ടില്ല. തന്നെയല്ല, ഞാനും എൻ്റെ മോളും എൻ്റെ ഭാര്യയും പേടിച്ചാണ് അവിടെ ഓരോ മഴ പെയ്യുമ്പോഴും താമസിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഇതായിട്ട് പോലും അതിനൊരു തീരുമാനം ഇതുവരെ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഈ മഴക്കാലത്തിന് മുന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് വാർത്ത കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണ് കുതിർന്നാൽ ഇരു കുടുംബങ്ങൾക്കും ഭീഷണിയാണ്. മൺതിട്ടയിടിഞ്ഞാൽ രാജേഷിന്റെ വീട് കൂടുതൽ അപകടാവസ്ഥയിലാകുന്നതിനൊപ്പം താഴെയുള്ള വീടിനു മുകളിലേക്ക് മണ്ണു വീഴും. ഈ അപകടാവസ്ഥ ഒഴിവാക്കാനാണ് രാജേഷ് സർക്കാർ ഇടപെടലിനായി കാത്തിരിക്കുന്നത്. നിലവിൽ വെള്ളമിറങ്ങാതെ പ്ലാസ്റ്റിക് വിരിച്ച് താൽക്കാലിക സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ വരുന്ന മഴക്കാലത്ത് പേടിയില്ലാതെ ഉറങ്ങാൻ അത് മതിയാകില്ലെന്ന് ഇരു കുടുംബങ്ങൾക്കും അറിയാം. മഴക്കാലത്തിന് മുൻപെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് സർക്കാരിന്റെ സഹായമുണ്ടാകണമെന്നാണ് രാജേഷിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.